എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കട്ടിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചൈനീസ് നെക്ക് വെച്ച സാരി ബ്ലൗസ്. ഇതൊരു പ്രോഗ്രാമിന് വേണ്ടി ഡിസൈൻ ചെയ്യുകയാണ്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്നും എത്രത്തോളമാണ് ഇതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതെന്നും ഇതിൻ്റെ ബാക്ക് പീസ് എങ്ങനെ വെട്ടണമെന്നും എന്നുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അപ്പോൾ അതേ തുടർന്ന് ഈ മോഡലിലുള്ള ഒരു സാരി ബ്ലൗസ്, അതായത് ചൈനീസ് നെക്ക് വെച്ചുള്ള സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു തിയറിയിലേക്ക് പോകാം. നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതിൻ്റെ ബാക്ക് ഡാട്ടൊന്നും വേണ്ട. ബാക്ക് പീസ് ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നു. പീസ് കറക്റ്റ് ചെയ്തിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് പതിനാല് ഇഞ്ചാണ് ഇറക്കം വരുന്നത്. 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സമയത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് തയ്യൽ തുമ്പ് ഷോൾഡറിന് കൊടുക്കരുത്. ഷോൾഡറിന് നമുക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തരാം. ഇതിന് ചൈനീസ് നെക്ക് ആയതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഷോൾഡർ സാധാരണ നമ്മൾ വെക്കുന്ന 6/1 എന്നുള്ള അളവിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ കൊടുക്കുന്നത് 15 ഇഞ്ച് ഷോൾഡറാണ്. ബോഡിയിൽ നിന്നും അളവെടുത്ത ഷോൾഡറാണ് 15 ഇഞ്ച് ഷോൾഡർ. 5.5 ഇഞ്ച് ഹാം ബോർഡ് നമ്മൾ കൈക്കുഴിക്ക് കൊടുക്കുന്നു. ബാക്ക് പീസ് വെട്ടുന്നൊരു രീതി ഒന്നും കൂടെ പറഞ്ഞു തരാം. 34 ഇഞ്ചാണ് വണ്ണം. അപ്പോൾ 34ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ചും കൂടെ ചേർത്ത് 37, 37ൻ്റെ 4 9.25 ഇവിടെ മാർക്ക് ചെയ്യും. 28 ഇഞ്ചാണ് ഇതിൻ്റെ ഇടവണ്ണം. ആ 4 7 മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ തന്നെ വരയ്ക്കും. അഞ്ചേ മുക്കാൽ 5.5 5.25 2.25 ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്തിട്ട് നമ്മൾ ഇതാണ് മാർക്ക് ചെയ്ത് വെക്കും. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് വെക്കും. ഇത് ഓൾറെഡി നമ്മുടെ സാരി ബ്ലൗസ് പോലെ തന്നെ ഒരു സ്കെച്ചാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ തയ്യൽ തുമ്പ് മാത്രം മേളിൽ കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് 2 ഇഞ്ച് നമ്മൾ മേളിൽ കൊടുക്കും. 2 ഇഞ്ച് മേളിലോട്ട് കൊടുത്തിട്ട് സ്ക്വയറിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. വരച്ചിട്ട് നമ്മൾ 15 ഇഞ്ചാണ് ഇവിടെ വരച്ചത്. 15 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് വ്യത്യാസം ഇവിടെ വരുത്തണം. 4 ഇഞ്ച് ഇവിടെ വ്യത്യാസം വരുത്തിയിട്ട് ഇങ്ങനൊരു വര വരച്ചിട്ടേ ഉള്ളൂ നമ്മൾ ഇത് വെട്ടാവും. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഭാഗത്ത് 3/4 ഇഞ്ച് കൂട്ടിയൊരു വര വരയ്ക്കും. അതായത് 2.25 ഇതിൽ നിന്ന്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ്റ് ചെയ്യും. മനസ്സിലാവുന്നല്ലോ? ഈ ഭാഗത്തുനിന്ന് 3/4 ഇഞ്ച് മേളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് 3 ഇഞ്ച് ഇവിടെ കൊടുക്കും. 3 ആണെങ്കിലും 2.25 ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇത്രയും ഭാഗം നമ്മളിങ്ങനെ നെക്കിനെ മാർക്ക് ചെയ്യും. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോളൂ, അടുത്ത് കാണിച്ചു തരാം. 3/4 ഇഞ്ച് ഇവിടെ കയറ്റി മാർക്ക് ചെയ്തു. ആ 3/4 ഇഞ്ചിന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെക്കും. ഇവിടെ 4 ഇഞ്ച് വ്യത്യാസം വരുത്തണം. എന്നിട്ട് നെക്ക് നമ്മൾ വെട്ടാതെ തന്നെ സ്ക്വയറിൽ തന്നെ ആദ്യം ഇത് വെട്ടിയെടുക്കണം. ഈ 4 ഇഞ്ച് തള്ളുന്ന കാര്യം പ്രത്യേകം ഓർത്തോണം. നമ്മൾ ബാക്ക് പീസ് വെട്ടി ഇത് കറക്റ്റ് ചെയ്തു.
ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആയി മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് പോവുകയാണ്. ഈ ബാക്ക് പീസിൻ്റെ മാർക്കിൽ നിന്നും ഒരു 1/4 ഇഞ്ച് താത്ത്, 1/4 ഇഞ്ചായാലും കുഴപ്പമില്ല, 1/2 ഇഞ്ചായാലും കുഴപ്പമില്ല, ഇങ്ങനൊരു മാർക്ക് കൊടുക്കണം. മാർക്ക് ചെയ്തു. അതായത് ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ ഇതൊരു വര വരച്ചിട്ടുണ്ട്. ഇതാ ഈ വരയിലൂടെ തന്നെ ഒരു വര ഇങ്ങനെയും വരയ്ക്കും. 1/4 ഇഞ്ച് ഇവിടെ നമ്മൾ സാധാരണ തയ്യൽ തുമ്പ് വെട്ടുന്ന പോലെ തന്നെ വെട്ടണം. തയ്യൽ തുമ്പ് ഇടണം. 1/4 ഇഞ്ച് സാധാ സാരി ബ്ലൗസ് നമ്മൾ വെട്ടുന്ന പോലെ തന്നെ ഇതിങ്ങനെ ഉയർത്തി 4 ഇഞ്ച് സ്ക്വയർ കൊടുക്കണം. 4 ഇഞ്ച് നമ്മുടെ ബെൽറ്റ് പീസിന് മാർക്ക് ചെയ്യണം. ഇതിങ്ങനെ മാർക്ക് ചെയ്യണം. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആയല്ലോ. ഇനി നമ്മൾ വെട്ടേണ്ടത് ഏത് വിധത്തിൽ എന്ന് പറഞ്ഞാൽ 1/4 ഇഞ്ച് ഇവിടെ കറക്റ്റ് ചെയ്യുന്നു. 1/4 ഇഞ്ച് മുകളിൽ ഇതും കറക്റ്റ് ചെയ്യുന്നു. 1/4 ഇഞ്ച് തള്ളിയത് വരുന്ന ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നു. ഇനി ഈ ബാഗ് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ സ്ട്രെയിറ്റിന് വരച്ച് ഇതിന് തന്നെ ഇങ്ങനെ വെട്ടുന്നു. വെട്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടിൻ്റെ അമ്പോൾ ഇത്രയും വെട്ടിയല്ലോ. വെട്ടിയിട്ട് ഈ വരയിൽ നിന്നും 3 ഇഞ്ച് കൊടുക്കണം. ഏത് ബാഗിൻ്റെ ഈ പീസിൽ വരയിൽ നിന്നും 3 ഇഞ്ച് ഇങ്ങോട്ട് തള്ളി ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് ആ മാർക്കിൽ കൂടെ തന്നെ ബാക്കി വെട്ടണം. ഓക്കെ ആയല്ലോ. ഇനി നമ്മൾ ഈ ബാക്ക് പീസ് ഇങ്ങനെ തന്നെ എടുക്കണം. എടുത്തിട്ട് 4.25 ഇവിടെയും 4.25 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനൊരു വര വരയ്ക്കും. ഈ വര 3/4 ഇഞ്ച് ഇവിടെ ഇറങ്ങി നിൽക്കണം. 1/4 ഇഞ്ച് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ ബെൽറ്റ് പീസ് മുറിച്ച് മാറ്റും. ഇത് വെട്ടുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഭാഗം ഇതിനെടുക്കേണ്ട കാര്യമില്ല. കാരണം സാരി ബ്ലൗസ് നമ്മളിവിടെ 1/4 ഇഞ്ച് എടുത്ത് വിടും. ഇതിനതിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഇതിന് നമ്മൾ ചൈനീസ് നെക്കാണ് കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് കൊടുത്തു. 28ൻ്റെ 4/1 7 മാർക്ക് ചെയ്തു. 1.25 മാർക്ക് ചെയ്തിട്ട് രണ്ടും നല്ലതുപോലെ ക്രോസിൽ ഇങ്ങനെ വരയ്ക്കുന്നു. വരച്ചിട്ട് ബെൽറ്റ് പീസ് നമ്മൾ ഓക്കെ ആക്കും. ബെൽറ്റ് പീസ് ഓക്കെ ആക്കി മാറ്റുന്നു. ഇനി ഈ ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വരുന്ന മുകളിലേക്ക് നമ്മൾ ഈ ഫ്രണ്ട് പീസ് എടുത്തു വെക്കുന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഒൻപതേ മുക്കാൽ ഡാട്ട് മാർക്ക് ചെയ്തു. 3 ഇഞ്ച് ഈ ഡാട്ടിന് മാർക്ക് ചെയ്തു. മെയിൻ ഡാട്ടിൽ നിന്ന് 4 ഇഞ്ച് കയറി നിൽക്കുന്ന പോലെ സെൻട്രൽ ഡാട്ട് കൊടുക്കുന്നു. 3/4 ഇഞ്ച് ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നു. 3/4 ഇഞ്ച് ഇവിടെയും ഷേപ്പ് ചെയ്യുന്നു. അത് ഈ ഷേപ്പ് സ്കെയിലുണ്ടെങ്കിൽ ഈ സ്കെയിലിന് വരച്ചാൽ നല്ല ഈസി ആയിട്ട് വരച്ചെടുക്കും. ഈ ഡാട്ടിൻ്റെ എൻഡിൽ നിൽക്കണം. ഇങ്ങനെ വരയ്ക്കണം.
ഇത് മാർക്ക് ചെയ്യുന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഇത് നമ്മൾ കൊടുക്കുന്നത് ഈ ബാഗിൻ്റെ പീസ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മറിച്ചിട്ട് ബാഗിൽ നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് കൊടുത്തായിരുന്നു. ഈ മാർക്ക് ഇങ്ങനെ വരയ്ക്കും. മനസ്സിലായല്ലോ. അതായത് ബാഗിൽ നമ്മൾ മറിച്ച ഈ മാർക്ക് ഫ്രണ്ടിലോട്ട് മറിച്ചിട്ട് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ മാർക്ക് കൊടുക്കണം. മാർക്ക് കൊടുത്തിട്ട് ഇതേ സെയിം മാർക്ക് ചെയ്ത് 2.25 താഴോട്ട് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുന്നെങ്കിൽ സംശയമുണ്ടെങ്കിൽ ആദ്യം സ്ക്വയർ വരയ്ക്കണം. ഇങ്ങനെ സ്ക്വയർ വരച്ചിട്ട് സ്ക്വയറിൽ നിന്ന് വേണം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഇത്രയും മനസ്സിലായി. ഇനി ഈ റൗണ്ട് നെക്ക് ഇങ്ങനെ എടുത്തു വരും. ഈ ബാഗിനേക്കും ഇങ്ങനെ എടുത്തു വരും. ഇത്രയും എടുത്തതിന് ശേഷം 1/2 ഇഞ്ച് ഈ ഷോൾഡർ ഷേപ്പ് കൊടുക്കണം. എങ്ങനെ? ഇവിടെ നിന്ന് ഇതിലോട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്നു. സാധാരണ സാരി ബ്ലൗസിന് എടുക്കുന്ന പോലെ തന്നെ ഫ്രണ്ട് നമ്മൾ കുഴിച്ചു വെട്ടുന്നു. ഇതുപോലെ തന്നെ സാരി ബ്ലൗസിന് നമ്മൾ എടുക്കുന്ന പോലെ. എന്നിട്ട് സാരി ബ്ലൗസിന് നമ്മൾ ഡാട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങനെ തന്നെ ഡാട്ട് കൊടുക്കുന്നു. ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് നെക്ക് അളന്ന് നോക്കണം. 3 ഇഞ്ച് 3 ഇതിലേക്ക് വെച്ചിട്ട് ഇവിടെ അളന്ന് നോക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് 15 ഇഞ്ചാണ് നമുക്ക് ചൈനീസ് നെക്ക് ഈ കുട്ടിക്ക് വേണ്ടത്. മനസ്സിലായോ? ഇനി ഈ ബാക്ക് പീസും ഫ്രണ്ടിലോട്ട് മറിച്ച് വെച്ചിട്ട് നമ്മൾ കൈക്കുഴി അളന്ന് നോക്കണം. എത്ര ഇഞ്ച് നമുക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കണം. 16 ഇഞ്ച്. ഓക്കെ, നമ്മൾ കൈനീളം വെട്ടുന്നു. കൈ വെട്ടിയിട്ട് നമുക്ക് കൈയും കൂടെ അളന്ന് നോക്കാം. നാലിഞ്ചുള്ള ചെറിയ സ്ലീവാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ മാർക്ക് കൊടുക്കുന്നു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, 4 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് ഹെമ്മിങ്ങിന് മാർക്ക് ചെയ്തു. 11 ഇഞ്ച് നമുക്ക് കൈ ലൂസുമാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കോണം, നമുക്ക് 7.25 ഇഞ്ച് തീർന്ന് കിട്ടണം. അതായത് കൈക്കുഴി. ഒന്നേകാൽ ഇഞ്ച് തള്ളി വെട്ടണം. ഇതാണ് നമ്മുടെ കൈ വെട്ടിയിരിക്കുവാണ്. കൈ നമുക്ക് ഫ്രണ്ട് ഒരു 3/4 ഇഞ്ച് വരുന്ന പോലെ എടുത്ത് വെട്ടാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്ക് പീസ് വെച്ച് ഇതെല്ലാം മാറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഇതുപോലെ തന്നെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെട്ടി തയ്ക്കുക. ഇതുപോലെ പ്രോഗ്രാമിൻ്റെ ബ്ലൗസുകളൊക്കെ വരാറുണ്ട്. അത് നന്നായിട്ട് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന നിറഞ്ഞ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ തരുന്നു, അനുഗ്രഹങ്ങൾ തരുന്നു. താങ്ക് യു.